ബിഗ് ബോസ് മലയാളം സീസൺ 7 വൈകിട്ടത്തെ എപ്പിസോഡിന്റെ ഒരു പ്രൊമോ ഇപ്പോൾ വന്നിട്ടുണ്ട്. 3 ക്യാപ്റ്റന്മാരെയും കൂടി വലിച്ചു കീറി ഒട്ടിക്കുന്ന ചിത്രങ്ങളാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. ലാലേട്ടൻ പറയുന്നുണ്ട്, എൻ്റെ ഒരു താല്പര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് തന്നതാണതെന്ന്. എന്നുവെച്ചാൽ 3 പേരെ ക്യാപ്റ്റൻ ആക്കുക എന്നുള്ളത് ലാലേട്ടന്റെ ഒരു താല്പര്യമായിരുന്നു, പക്ഷേ നിങ്ങളത് നശിപ്പിച്ചു കളഞ്ഞല്ലോ എന്ന്. എന്തായാലും നമുക്ക് ആ പ്രൊമോ അതൊന്ന് കേൾക്കാം. കാണാനുള്ള നിർവാഹമില്ല, കോപ്പിറൈറ്റിന്റെ പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ട് അതിന്റെ ആ വോയിസ് ക്ലിപ്പ് ഞാനൊന്ന് വെക്കാം, അതിനുശേഷം പ്രതികരിക്കാം. എങ്ങനെയുണ്ടായിരുന്നു 3 ക്യാപ്റ്റന്മാർ? ഇത്ര നാളുണ്ടായതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ഒരു ക്യാപ്റ്റൻസിയാണ് ഇവർ 3 പേരുടെയും. വളരെ മോശം കാലം. പരാജയമായിരുന്നോ? വൻ പരാജയമായിരുന്നു. ഞാൻ അവരെ 3 പേരെയും ക്യാപ്റ്റനായിട്ട് കൂട്ടിയിട്ടില്ല. 3 പാഴ്മരങ്ങൾക്ക് തുല്യമായിരുന്നു. ഒരാള് പോലും നല്ലത് പറഞ്ഞില്ലല്ലോ. അക്ബർ എൻ്റെ ഒരു ആഗ്രഹത്തിന്റെ പേരിൽ തന്നാണ്. അത് നന്നാക്കി എടുക്കാമായിരുന്നു, അതോ നിങ്ങൾ മനഃപൂർവ്വം നശിപ്പിച്ചു? എന്താണ്? ഒറ്റയാളിന് പോലും നല്ല അഭിപ്രായം പറയാനില്ല. പരാജയമായിരുന്നോ വൻ പരാജയമായിരുന്നോ എന്നുള്ള ചോദ്യത്തിന് എപ്പോഴും ഈ 3 ആൾക്കാരുടെയും തണല് പറ്റി നടന്ന് ശീലിച്ചിട്ടുള്ള സാബുമാൻ പോലും വൻ പരാജയമാണെന്ന് അടിച്ചു കളഞ്ഞു. ഇതിൽ പരം ഒരു നാണക്കേട് വേറെയുണ്ടോ? ഈ സീസണെ വിലയിരുത്തിക്കൊണ്ട്, ഈ സീസണിലെ മത്സരാർത്ഥികളെ വിലയിരുത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും പലതരത്തിലുള്ള പോസ്റ്റുകൾ വന്ന കൂട്ടത്തിൽ അക്ബറാണ് ഈ സീസണിലെ മൈൻഡ് ഗെയിമർ എന്ന് പല ആൾക്കാരും പറയുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. മൈൻഡ് ഗെയിമറും അല്ല, അയാൾ ഒരു പിണ്ണാക്കും അല്ല. കാരണം അധികാരം ലഭിക്കാതിരുന്ന വ്യക്തിയുടെ കയ്യിൽ അധികാരം വന്നു വീണപ്പോൾ, അതുമാത്രവുമല്ല ഈ സീസണിലെ ഏറ്റവും പീക്ക് ടൈമിലാണ് അയാളുടെ കയ്യിലേക്ക് ഈ അധികാരം വരുന്നത്. അയാൾ മാത്രമല്ല, 3 ആൾക്കാർ ഒരുമിച്ച് ചേർന്നിട്ടാണ് വീട് ഭരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഒരാളുടെ ഭാഗത്തൊരു വീഴ്ച വന്നാൽ, ഒരാളുടെ സ്ട്രാറ്റജി അത് ശരിയാകുന്നില്ല എന്ന് തോന്നിയാൽ മറ്റ് 2 ആൾക്കാർക്ക് അത് പറഞ്ഞു കൊടുക്കാം, അതങ്ങനെ പോയാൽ ശരിയാവില്ല, ഇത് ബുദ്ധിമുട്ടാവുമെന്ന്. പക്ഷേ മൈൻഡ് ഗെയിമർ എന്ന് പറയുന്ന അക്ബറിനോടൊപ്പം തുള്ളാൻ വേണ്ടി 2 ആൾക്കാരും ഒരുമിച്ച് നിന്നു. അങ്ങനെ ക്യാപ്റ്റൻസി നശിപ്പിച്ച് കയ്യിൽ കൊടുത്തു. ക്യാപ്റ്റന്മാരായി 3 പേരെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള പ്രസ്താവന വന്നപ്പോൾ തന്നെ കരഘോഷത്തോടെ, നൃത്തത്തോടെ അവരത് എൻജോയ് ചെയ്തു. മറ്റുള്ള ക്യാപ്റ്റന്മാരെ പോലെ നോമിനേഷൻ ഫ്രീ അല്ല നിങ്ങളും തീർച്ചയായിട്ടും എവിക്ഷനെ നേരിടേണ്ടി വരും എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടും അവരാഘോഷിച്ചു. എന്ന് വെച്ചാൽ അധികാരം ലഭിച്ചപ്പോൾ, 3 ആൾക്കാർക്കും കൂടി അധികാരം ലഭിച്ചപ്പോൾ ഇവർ 3 പേരും കൂടി ആ വീട്ടിൽ അടക്കി ഭരിച്ച എല്ലാത്തിനെയും തകർത്തുടയ്ക്കുക, മറ്റുള്ളവരെ അടിമകളാക്കി വെച്ചുകൊണ്ട് അവരുടെ ആധിപത്യം എന്താണ് എന്നുള്ളത് വെളിപ്പെടുത്തുക, ഈ ഒരു മനോഭാവത്തോടു കൂടിയാണ് മുൻപോട്ട് നീങ്ങിയത്. പലപ്പോഴും കാര്യങ്ങൾ കൈവിട്ടു പോയി. അതിലേറ്റവും ഗുരുതരമായിരുന്നു ഒരു നേരം ഭക്ഷണം സ്കിപ്പ് ചെയ്തത്. ആ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നം അവിടെ പൊട്ടിപ്പുറപ്പെട്ടിട്ടും അവർ തിരിച്ച് പ്രതികാരം ചെയ്യുവാനും പകരം വീട്ടുവാനുമുള്ള മനോഭാവത്തിൽ ഐക്യദാർഢ്യത്തോടു കൂടി മുൻപോട്ട് പോയി എന്നുള്ളതാണ്. അതെ, ഈ ക്യാപ്റ്റൻസി വൻ പരാജയമായിരുന്നു. ഞാൻ പറയാൻ വന്നത് മൈൻഡ് ഗെയിമിനെ കുറിച്ചാണ്. സീസൺ അവസാനിക്കാൻ പോകുന്നു. വിരലിലെണ്ണാനുള്ള ദിവസങ്ങൾ മാത്രമാണ് ഇനി മുൻപിൽ നിൽക്കുന്നത്. ഇവിടെ സ്വാഭാവികമായും സാമാന്യ ബുദ്ധിയുള്ള ആൾക്കാർ എന്താണ് ചെയ്യുന്നത്? കഴിഞ്ഞ കാലത്ത് സംഭവിച്ച വീഴ്ചകളെയും തെറ്റുകളെയും ഒക്കെ മറികടക്കുവാൻ തക്കവണ്ണമുള്ള തന്ത്രങ്ങൾ മെനയുകയും അവരവരെ തന്നെ പോളിഷ് ചെയ്ത് ജനത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയങ്ങളാണ്. ഒരു ചെറിയ വീഴ്ച പോലും വരാതിരിക്കുവാൻ മാക്സിമം ശ്രമിക്കുന്ന സമയത്താണ് ഈ 3 ആൾക്കാർ ചേർന്ന്, അതെ ഈ 3 മൈൻഡ് ഗെയിമർമാർ ചേർന്നിട്ട് ഇത്രയും കോലാഹലങ്ങളും സർവനാശങ്ങളും ആ വീട്ടിൽ ഉണ്ടാക്കി തീർത്തത്. സത്യത്തിൽ ഇവരിതായിരുന്നോ ചെയ്യേണ്ടത്? കൊള്ളാം, നന്നായിരിക്കുന്നു. 3 ആൾക്കാരും കൂടി ബിഗ് ബോസിനകത്തേക്ക് ചരിത്രത്തിൽ ആദ്യമായി ക്യാപ്റ്റന്മാരായി വന്നപ്പോൾ ആ വീട്ടിൽ എന്തൊരു ഐശ്വര്യമായിരുന്നു എന്ന് പ്രേക്ഷകർ പുറത്തുനിന്ന് പറയണം, അല്ലെങ്കിൽ കൂടെയുള്ള ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണം. അങ്ങനെ ഒരു ക്യാപ്റ്റൻസി ആയിരുന്നു ശരിക്കും ഇവിടെ ഉണ്ടാകേണ്ടിയിരുന്നത്. എന്നാൽ എന്താണോ ബിഗ് ബോസ് ഇതിന്റെ പിൻപിൽ ഉദ്ദേശിച്ചത്, അതിൽ ബിഗ് ബോസ് വിജയിച്ചു. അവർക്ക് ആവശ്യത്തിലധികം കണ്ടന്റ് 3 ക്യാപ്റ്റന്മാരും കൂടി കൊടുക്കുകയും ചെയ്തു. അതിനേക്കാൾ ഉപരിയായി നെഗറ്റിവിറ്റി വാരി തലയിൽ വെക്കുകയും ചെയ്തു. പണ്ടുള്ളവർ പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ട്, ഇതെല്ലാം ഒരാറേ വന്ന പൂളകന്മാർ തന്നെയാണെന്ന്. ആ പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കുന്നത് പോലെ ആയിപ്പോയല്ലോ ഈ ഒരു ക്യാപ്റ്റൻസി. സത്യത്തിൽ ഇവർ 3 പേരും ഒരേ രീതിയിൽ തന്നെ ആയിപ്പോയതാണ് ഏറ്റവും വലിയ അത്ഭുതം. എവിടെയെങ്കിലും ഒരാൾക്ക് പിഴച്ചാൽ അത് വേണ്ട കേട്ടോ, അത് ശരിയാവില്ല എന്ന് പറഞ്ഞു മനസ്സിലാക്കാനുള്ള ബാധ്യത 2 ആൾക്കാർക്കുണ്ട്. പക്ഷേ ആ 2 ആൾക്കാരും അതിനനുസരിച്ച് തന്നെ മുൻപോട്ട് പോയി. അവർ പരസ്പരം ഒരു കലഹവും ഉണ്ടായില്ല. അവർ പരസ്പരം ഭയങ്കര ഐക്യതയിലായിരുന്നു. അക്കാര്യത്തിൽ ക്യാപ്റ്റന്മാരെ സമ്മതിച്ചേ പറ്റൂ. വീട്ടിൽ വലിയ കലാപമുണ്ടാവുകയും പൊട്ടിത്തെറിക്കുകയും ഫിസിക്കൽ അസോൾട്ട് നടത്തി ഒരുത്തൻ വീട് വിട്ട് പുറത്തുപോയി ആശുപത്രിയിൽ അഭയം പ്രാപിക്കുകയും ഒരു സ്ത്രീയുടെ കിടക്കയിൽ വെള്ളം കോരി ഒഴിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടും അതിനകത്തെല്ലാം അവർ ഒരുമിച്ച് നിന്നു എന്ന് പറയുമ്പോൾ ആ സ്നേഹത്തെയും ഐക്യതയും അത് നമ്മൾ കാണാതിരിക്കരുത്. പോസിറ്റീവ് കണ്ടന്റ് കൊടുക്കുന്നതിൽ അവർക്ക് കഴിഞ്ഞില്ലെങ്കിലും നെഗറ്റീവ് കണ്ടന്റ് കൊടുക്കുവാനും അതിൽ ഐക്യതയോടുകൂടി നിൽക്കുവാനും അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് ആ ചങ്ങായിമാരുടെ വിജയം തന്നെയാണ്.
പക്ഷേ വിവരം അത് വട്ടപൂജ്യമായി പോയി. സാമാന്യ ബോധമുള്ള ആൾക്കാർ ഈ ആഴ്ചകളിൽ ചെയ്യുവാൻ ഒരിക്കലും ഒരുമ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുവാനുള്ള വിവേകശൂന്യത അവർ കാണിച്ചു എന്നാണ് പറയുവാൻ വരുന്നത്. അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സിനിമാ പ്രൊമോഷനോടുള്ള ബന്ധത്തിൽ അഖിൽ മാരാർ ആ വീട്ടിലേക്ക് വന്നു. തുടർന്ന് അയാൾ ഈ അണ്ണന്മാരെ എല്ലാം വിളിച്ചുകൊണ്ട് സ്മോക്ക് റൂമിലേക്ക് പോവുകയും അവിടെ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും ഇവിടെ ഗെയിം കളിക്കാം, പക്ഷേ ആ ഗെയിം ഓരോന്നും നിങ്ങൾ പുറത്ത് കൊണ്ടുവരുമ്പോൾ ഇത് പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്യുമോ എന്നുള്ള സാമാന്യമായൊരു ചിന്ത നിങ്ങൾക്കുണ്ടാവണം. അതായത് ഞാനിവിടെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ അത് പ്രേക്ഷകർക്ക് ഒരു എൻ്റർടൈൻമെൻ്റായി മാറുമോ, എൻജോയ്മെൻ്റായി തീരുമോ, അതോ അവർക്ക് അരോചകമായി തീരുമോ എന്നുള്ളത് നിങ്ങൾ ആദ്യം ചിന്തിക്കണം. അവിടെ അഖിൽ മാരാർ തൻ്റെ അനുഭവമാണ് പറയുന്നത്. താൻ എങ്ങനെയായിരുന്നു ആ വീട്ടിൽ മുൻപോട്ട് പോയത്, അതായത് ഒരു ആവറേജ് മലയാളിയുടെ മനഃശാസ്ത്രം എന്താണെന്ന് മനസ്സിലായിട്ടുള്ളൊരു വ്യക്തിക്ക് ഒരിക്കലും ഇത്തരത്തിലുള്ള കളികൾ കളിക്കാൻ പറ്റില്ല എന്നുള്ളതിന്റെ സൂചനയായിരുന്നു കൊടുത്തത്. കാരണം ആ സമയത്ത് തന്നെ അക്ബറിന്റെ പരിപാടി ഇതൊക്കെ തന്നെയായിരുന്നു. സഹമത്സരാർത്ഥികളെ പലരെയും ചൂണ്ടയിട്ട് പിടിക്കുക, കൂട്ടത്തിൽ നിർത്തുക, ഗ്രൂപ്പ് ഉണ്ടാക്കുക, തുടർന്ന് നേതാവ് അണികൾക്ക് കൽപ്പന കൊടുക്കുക, ഈ അണികൾ മുൻപോട്ട് പോയി ആക്രമിക്കുക, ഒടുവിൽ അവർ ചാവേറായി വീഴുകയാണ്. ഇയാൾ എത്ര ആൾക്കാരെയാണ് ബലി കൊടുത്തത്? അത് സാബുമോൻ അവിടെ വന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്തു, നിങ്ങൾ കുരുതി കൊടുക്കുകയായിരുന്നു ഓരോ ആൾക്കാരെ എന്ന്. എന്നിട്ടും ഇത് കേട്ടതിന് ശേഷവും അയാളുടെ ഗ്രൂപ്പിലേക്ക് വീണ്ടും റിക്രൂട്ട്മെന്റുകൾ നടന്നു. അങ്ങനെ റിക്രൂട്ട് ചെയ്യപ്പെട്ട് പല ആൾക്കാരും വീണ്ടും അയാളുടെ അരികിലേക്ക് പോയി. നെവിനൊക്കെ സാബുമോൻ വന്ന് ഈ റിക്രൂട്ട്മെന്റ് നടത്തിയതിന് ശേഷമാണ് അക്ബറുടെ ഗ്യാങ്ങിൽ ഇടം കണ്ടെത്തിയത്. നെവിന്റെയൊക്കെ കാഴ്ചപ്പാടിൽ അക്ബർ നല്ല മനുഷ്യനാണ്, സ്ട്രോങ് ഗെയിമറാണ്. എന്തായാലും 3 ആൾക്കാരും കൂടി നശിപ്പിച്ച് കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ വന്നു തുടങ്ങിയ ഒരു ട്രോൾ ഉണ്ട്, ഒരു ട്രോൾ പോസ്റ്റ്. ഞാൻ അതൊന്ന് വെക്കാം, അതൊന്ന് കണ്ടു നോക്ക്. ടൈറ്റിൽ പറയുന്നു, ഇക്കയുടെ ബലി തുടരും, ഇക്കുറി കുരുതി കൊടുത്തത് കൂട്ടത്തിലെ കൊമ്പൻ സ്രാവിനെ എന്ന് റിപ്പോർട്ട്. ആര്യനാണ് പുറത്തു പോയിരിക്കുന്നതെന്ന് പറഞ്ഞു കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ വളരെ കൃത്യമാണ്, കൊമ്പൻ സ്രാവിനെ തന്നെയാണ് ഇക്കുറി ബലി കൊടുത്തിരിക്കുന്നത്. അടുത്തത്, അപ്പോൾ ഏഷ്യാനെറ്റിന് അറിയാം ഇവന്റെ പരിപാടി, ഇതാരോ എഡിറ്റ് ചെയ്ത് ഏഷ്യാനെറ്റിന്റെ പേരിലാക്കിയതാണ്. ഇങ്ങനെ ഒരു ട്രോള് ഏഷ്യാനെറ്റ് പുറത്തിറക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. തുടർന്ന് താഴെ കാണുന്നത് ഇക്ക കുരുതി കൊടുത്ത ആൾക്കാരുടെ ലിസ്റ്റാണ്. ഒന്നാമത് നിൽക്കുന്നത് ബിൻസി സരിക, പിന്നെ ശൈത്യ റെന ഫാത്തിമ, അടുത്തത് അപ്പാനി ശരത്ത്, പിന്നെ ജിസൈല്, ഒടുവിലായി ബിന്നി. ഇനിയിപ്പോ ആരാണ്? നെവിനാണോ അതോ ആര്യനാണോ? ഓരോരുത്തരെയും ഓരോ മുറിക്കകത്തിട്ട് കുരുതി കൊടുത്തിട്ട് ആയുധവുമൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ആ കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. സംഗതി സത്യമല്ലേ? അക്ബർ ഉണ്ടാക്കിയ ഗ്രൂപ്പിലെ അംഗങ്ങളായിരുന്നു ഇവരെല്ലാവരും. ഓരോരുത്തരായി ഇതിനകത്തൊന്ന് പൊഴിഞ്ഞു പോയി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അക്ബർ ഓരോരുത്തരെ കുരുതി കൊടുത്തു. എന്നിട്ട് തന്റെ കസേര ഉറപ്പിച്ച് അവിടെ നിൽക്കുകയാണ്. ഇതൊരു മൈൻഡ് ഗെയിം തന്നെയാണ്, സമ്മതിച്ചേ പറ്റുള്ളൂ. പക്ഷേ ഇതിനേക്കാൾ രസം അക്ബർ കുരുതി കൊടുത്ത ഓരോ മത്സരാർത്ഥികളും പുറത്തു വന്നതിനു ശേഷം മീറ്റപ്പുകൾ നടത്തുന്നു. ഓരോ മീറ്റപ്പുകളിലും അക്ബർ കൈക്ക് വേണ്ടിയുള്ള ക്യാമ്പയിനുകൾ നടത്തുന്നു. അക്ബറെ വിജയിപ്പിക്കുവാൻ കൊണ്ടുപിടിച്ച പരിപാടികൾ നടത്തുന്നു. സത്യത്തിൽ ഇതുങ്ങൾക്കൊന്നും വെളിവും ബോധവും ഒന്നുമില്ല. അതുകൊണ്ടാണല്ലോ അയാളുടെ ഗ്രൂപ്പിനകത്ത് സജീവമായിട്ട് അവർ തുടർന്നതും ആ ഗ്രൂപ്പുകളി മൂലം ഓരോരുത്തർ പുറത്തു പോയതും. ഇപ്പോൾ പുറത്തു വന്നിട്ടും അവരുടെ നേതാവിനെ വിജയിപ്പിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ പുറത്തുപോയ ആൾക്കാർക്കെല്ലാം തരക്കേടില്ലാത്ത ഫാൻ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയും ആൾക്കാരുടെ ഫാൻസ് കിണഞ്ഞു പരിശ്രമിച്ചിട്ടും അനുമോളെ 1ാം സ്ഥാനത്തുനിന്ന് താഴെ ഇറക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അനുമോൾക്കെതിരെ തന്നെയാണ് ഇവരെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പുറത്തുപോയ സ്ത്രീ മത്സരാർത്ഥികൾ മുഴുവനും അനുമോളെ വലിച്ചു കീറാനുള്ള പകയോടുകൂടിയാണ് നിൽക്കുന്നത്. എന്തായാലും നിങ്ങൾ ഈ പ്രൊമോ കാണുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഹീറോ നിലനിൽപ്പിന് വേണ്ടി പെടാപ്പാടുപെടുകയാണ്. നിങ്ങളുടെ ഹീറോയെ ലാലേട്ടൻ നിലം തൊടിയിക്കാതെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്.